Hello everyone, welcome to my channel. Today I am going to teach you JEE. ഇന്ന് കുറച്ച് ജെയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് എ കോമ ബി ആൻഡ് സി ആർ ത്രീ സെറ്റ്സ് such that A intersection B is equal to A intersection C and A union B is equal to A union C. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ ഇതുണ്ട്. A is equal to C ആണ്, B is equal to C ആണ്, and C is equal to A intersection B is equal to 5 and D is equal to A equal to B. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യണം. അതിന് ആദ്യത്തെ പ്രൂഫ് എന്ന് പറയുന്നത് എന്താണ്? പ്രൂഫിൽ അതേ ആൻസർ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് സിൻസ് ബി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം, ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി എന്ന് എടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ ബി ആണല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെടുക്കാം, ബി ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് എ ഇൻ്റർസെക്ഷൻ സി യൂണിയൻ ബി ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിനെ മാറ്റി എഴുതുമ്പോൾ എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി യൂണിയൻ ബി എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ നമുക്ക് മാറ്റിയിട്ട് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ സി ആണ്. എ യൂണിയൻ സി ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് എഴുതി. ഇപ്പോൾ ഇത് നമുക്ക് മാറ്റിയിട്ട് എന്ത് എഴുതാം, എ യൂണിയൻ സി ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സിനെ നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് എഴുതാം. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഇൻ്റർസെക്ഷൻ സി ആണ്. യൂണിയൻ സി ദാറ്റ് ഈസ് ഈക്വൽ ടു സി ആണ്. ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു സി എന്ന് കിട്ടി. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ആൻസർ ബി ഈസ് ഈക്വൽ ടു സി. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്.